ഗായ്സ് നമസ്കാരം. അപ്പോൾ നമ്മളുടെ ബെറ്റ ഫിഷുകളായ ലൂണയും ഫ്ലെയറിനെയും നമ്മൾ ബ്രീഡ് ചെയ്യിക്കുന്നതിന് വേണ്ടി ഒരു ടാങ്കിലിട്ട വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാലേ ആ ഫിഷ് ബ്രീഡായിട്ടുണ്ട് കേട്ടോ. ബ്രീഡായെന്ന് മാത്രമല്ല, അതിൽ ധാരാളം കുഞ്ഞുങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് കണ്ടാലോ ഗൈസ്. അപ്പോൾ ഈ കാണുന്ന ടാങ്കിലാണ് അവർ ബ്രീഡ് ചെയ്യിക്കാനായിട്ട് രണ്ടുപേരെയും കൂടെ ഇട്ടത്. അത് മുട്ടയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ലൂണയെ അതിൽ മാറ്റി. പിന്നെ ഫ്ലെയർ ആയിരുന്നു മുട്ടയൊക്കെ വിരിയിക്കാൻ വേണ്ടിയിട്ട് 2-3 ദിവസം കൂടെ ഉണ്ടായിരുന്നത്. മുട്ടയൊക്കെ വിരിഞ്ഞതിന് ശേഷം ഫ്ലെയറിനെ നമ്മൾ മാറ്റിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, മീൻ കുഞ്ഞുങ്ങൾ നീന്തുന്നത് കാണുന്നില്ലേ? ധാരാളം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അത് ആ നീന്തുന്നതൊക്കെ മീൻ കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഏകദേശം ഒരു 10-500ഓളം കുഞ്ഞുങ്ങളുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ ഇനി ഇവയൊക്കെ ഒന്ന് വലുതാക്കി എടുക്കുകയെന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക്കാണ് ഗൈസ്. ഈ ടാങ്കിൽ നിന്ന് ഫ്ലെയറിനെയും ലൂണയും മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാലേ, ഫ്ലെയറിനെ നമ്മൾ വേറൊരു ടബിലിട്ട് നോക്കിയപ്പോൾ ഫ്ലെയർ വീണ്ടും ബബിൾ നെസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു പാത്രത്തിൽ ഫ്ലെയറിനെയും ലൂണയും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് കാണാം. അപ്പോൾ ഈ കാണുന്ന ടബിലാണ് കേട്ടോ ഗൈസ് നമ്മൾ ഫ്ലെയറിനെ വീണ്ടും ഇട്ടത്. ഇപ്പോൾ ഈ കാണുന്ന പ്ലാസ്റ്റിക് കവറിന് അടിയിൽ അവൻ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആളിതാ ഇവിടെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൂണയെ പതുക്കെ എടുത്തിട്ട് വേറൊരു ബോട്ടിലാക്കിയിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൂണ വീണ്ടും മുട്ടയിടാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഇരിക്കട്ടെ, നാളെയും കൂടെ നോക്കിയിട്ട് അവരെ ഒരുമിച്ച് വിടാം ഗൈസ്. അപ്പോൾ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വലുതാക്കി എടുക്കുക എന്ന് പറഞ്ഞത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ലൈവ് ഫുഡ് വാങ്ങിയിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഈ ടാങ്കിലെ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 5 ദിവസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നല്ല ഫുഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ വാങ്ങിയൊരു ലൈവ് ഫുഡാണ് കേട്ടോ. ഇതിന് ആർട്ടീമിയ എന്നാണ് പറയുക. ഈ ഒരു ക്യാപ്സ്യൂളിനകത്ത് കുഞ്ഞു കുഞ്ഞു ജീവികളാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മളിനി ഇതിനെ വളർത്തിയെടുക്കണം. അതിന് ചെറിയ 1-2 പ്രോസസ്സ് ഉണ്ട്. ആർട്ടീമിയെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ചെറിയ പാത്രത്തിനകത്ത് ഇട്ടതിന് ശേഷം ഓക്സിജൻ കൊടുത്ത് 24 മണിക്കൂറിനകം വളരുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഓക്സിജൻ കൊടുത്ത് അതിന് വളർത്തിയെടുത്തിട്ട് വേണം നമ്മളുടെ ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റയായിട്ട് കൊടുക്കാൻ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓക്സിജൻ കൊടുക്കാൻ കുഞ്ഞു ഫിൽറ്ററൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മളൊന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്കത് ഇതിനെ ആർട്ടീമിയെ വളർത്തിയെടുക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇതിനെ വളർത്തിയെടുക്കുന്ന വീഡിയോ നമുക്ക് നാളെ ചെയ്യാം. 150 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. ഒരു ഗുളികയ്ക്ക് 15 രൂപ. ഒരു ക്യാപ്സ്യൂളിൽ തന്നെ ധാരാളം കുഞ്ഞു ജീവികൾ ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. പിന്നെ ഈ ആർട്ടീമിയെ വളർത്തിയെടുക്കുന്ന ടെക്നിക്ക് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കത് അറിയില്ല. നമ്മളത് യൂട്യൂബൊക്കെ നോക്കി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് അത് ശരിയായി വളർത്തുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.